ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗാസയ്ക്ക് മേൽ നടത്തുന്ന ആക്രമണത്തിന്റെ തീവ്രഘട്ടം അവസാനിച്ചു എന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിർണായകമായ സൂചനകൾ നൽകുന്നത്. സൈനിക വിന്യാസത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഗാസയിലെ തീവ്ര പോരാട്ടം അവസാനിച്ചാലുടനെ ഹിസ്ബുള്ളക്കെതിരെ നടപടി ശക്തമാക്കുമെന്നും ഇസ്രായേലിന്റെ ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു വ്യക്തമാക്കി. ലെബനൻ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്ന സൂചനയും നെതന്യാഹു നൽകുന്നു. ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളെ തടയുകയും പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കി പലായനം ചെയ്തവരെ തിരിച്ചെത്തിക്കുകയുമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ സേനകളിൽ ചിലത് വടക്കോട്ട് മാറാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അത് ചെയ്യും. പ്രതിസന്ധിക്ക് നയതന്ത്ര പരിഹാരം കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആവശ്യമെങ്കിൽ മറ്റു വഴികൾ തേടും. അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആക്രമണം ഭയന്ന് ലെബനൻ അതിർത്തിയിൽ നിന്നും പലായനം ചെയ്തവരെ തിരിച്ചെത്തിക്കും, നെതന്യാഹു പറയുന്നു. അതേസമയം വീണ്ടും സംഘടിക്കുന്നതിൽ നിന്ന് ഹമാസിനെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ തുടരേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസ് തടവിലാക്കിയ 120ഓളം ബന്ദികളുടെ മോചനത്തിനായി ഭാഗികമായ ഒരു കരാറുണ്ടാക്കാൻ തയ്യാറാണ്. എന്നാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഒരിടവേളയ്ക്ക് ശേഷം യുദ്ധം തുടരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരുമാണ്. അതുപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, നെതന്യാഹു പറയുന്നു. പലസ്തീനിൽ തടവിൽ കഴിയുന്ന ബന്ദികളെ മോചിപ്പിക്കുന്ന തരത്തിലുള്ള കരാറിന് മാത്രമേ ഇസ്രായേൽ സമ്മതം അറിയിക്കുകയുള്ളൂ എന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നു. ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള. ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുന്നത് മറ്റു ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാവുന്നതുവരെ ഇസ്രായേലുമായുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളക്ക് പുതിയ ആയുധങ്ങളും രഹസ്യാന്വേഷണ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ള സൂചന നൽകി ഇസ്രായേലിനകത്ത് കൂടുതൽ നിർണായകമായ സ്ഥലങ്ങൾ ലക്ഷ്യമിടുമെന്ന് മുതിർന്ന നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുല്ല ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മുന്നറിയിപ്പുകളില്ലാതെ ആക്രമണങ്ങളും തുടങ്ങിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കെ ഗസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഇസ്രായേൽ തള്ളി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ഗസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം ലെബനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ വെടിനിർത്തലും ഗസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വെക്കുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശമാണ് നെതന്യാഹു തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഗസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ബന്ദികളുടെ മോചനത്തിന് വേണമെങ്കിൽ താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തൽ ആകാം എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.